ഇറങ്ങി എനിക്ക് മയിലാണ്. ഒരു സുഖമില്ലാത്ത ലൈവാണ്. ഞാൻ പിന്നെ വരാൻ പോവാ. ബൈ ബൈ. അതെന്താ സുഖമില്ലാത്ത? നാക്കിട്ട് 2 കറക്കങ്ങോട്ട് കറക്ക്, അപ്പൊ സുഖം വരും. ചാറ്റിലേക്കൊന്ന് പോവാം. ഈ ചാറ്റിലുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. എൻ്റെ കസിൻസ് ഒക്കെ എന്നെ വിളിച്ചിട്ട് എന്തായാലും കാണിച്ചേ. ഞാൻ പറഞ്ഞു ഓരോരുത്തരും എന്തൊക്കെയാ കാണിക്കുന്നേ. ഞാൻ എൻ്റെ ചുണ്ടല്ലേ കടിച്ചുള്ളൂ, വേറൊന്നും കടിച്ചില്ല. എൻ്റെ ചുണ്ട് പൊട്ടിയിരിക്കും. നിങ്ങളുണ്ടായിരുന്ന ലൈവില്. ബന്ധുക്കളൊക്കെ വിളിച്ചിട്ട് ചോദിച്ചു എന്താ രേണു കാണിച്ചതെന്ന്. അപ്പൊ രേണു പറഞ്ഞ മറുപടി എന്താ കാണിച്ചേ? ഞാൻ ചുണ്ടല്ലേ കടിച്ചുള്ളൂ, മറ്റുള്ളവർ എന്തൊക്കെ കാണിക്കുന്നു, ഞാൻ ഇത്രയല്ലേ കാണിച്ചുള്ളൂ. അത് നല്ലതാ. തെറ്റിന് നമ്മളിങ്ങനെ പല സൈസായിട്ട് നിർത്തും. ഇത് ഇത്ര ഉള്ള തെറ്റ്, ഇതിനെക്കാട്ടിലും ഇത്ര ഉള്ള തെറ്റ് അവൻ ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മുടെ തെറ്റ് ചെറിയ തെറ്റായിട്ട് ഇതാവും. ആസ്വദിച്ചു പോലും. വൃത്തികേടാണ് രേണു, സത്യസന്ധമായിട്ട് ഞാൻ പറയുക, വൃത്തികേടാണ് ആ സാധനം. നിങ്ങൾ കുറച്ചും കൂടെ ക്യൂട്ടായിട്ട് നല്ല ഭംഗിയുള്ള അങ്ങനത്തെ എന്തെങ്കിലും ഇത് എന്തൊരു വൃത്തികേട്ട സാധനം ഇത്. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രേണുവിൻ്റെ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് തന്നെയാണ്. രേണുവിൻ്റെ ലിപ്പ് വീഡിയോ ലീക്ക് ചെയ്തവനോട് നന്ദിയുമായി രേണു വന്നിട്ടുണ്ട്. അപ്പോൾ ലിപ്പ് വീഡിയോ ലീക്ക് ചെയ്തത് ഞാനാണെങ്കിലും അതിൻ്റെ ചീത്തവിളി കേട്ടത് മൊത്തം ആ പാവപ്പെട്ട വിവിയാണ്. സോ ഈ നന്ദിയും ഞാൻ വിവിക്ക് തന്നെ കൊടുക്കുന്നു. എടുത്തോ, ചീത്തവിളി കേട്ടല്ലേ, എടുത്തോ, കൊണ്ടുപോകൂ, ഈ നന്ദിയും കൊണ്ടുപോകൂ. ഈ സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രേണുവിൻ്റെ ലിപ്പ് വീഡിയോ ഭയങ്കര വൈറലായി. ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഫേസ്ബുക്കിലുണ്ടെന്നറിയില്ല, ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം കടന്ന് കറങ്ങുന്നത് രേണുവിൻ്റെ ലീക്കായ ലിപ്പ് വീഡിയോ ആണ്. കടിക്കില്ല കുട്ടോ, അതാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് റീച്ച് ഉണ്ടാകുകയും രേണുവിന് സബ്സ്ക്രൈബേഴ്സ് വീണ്ടും കുതിച്ചുയരുകയും ചെയ്തു. ആ കുതിച്ചുയർന്ന സാഹചര്യത്തിലാണ് രേണു നന്ദി പറയുന്നത്. ഈ നന്ദി പ്രകാശന എന്തൊരു സാധനം. ഈ നന്ദി പറയുന്ന വീഡിയോടൊപ്പം മറ്റ് കുറച്ച് സാധനങ്ങളൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. പുതിയ വീഡിയോ നമുക്ക് ലീക്ക് ചെയ്യാം. പുതിയ സാധനവും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ പ്രധാനമായും 2 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മളെ കാണുന്നതിൽ 97% ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. നിങ്ങൾ ദയവ് ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞപ്പോൾ കുറച്ച് ആളുകൾ വന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളോട് എൻ്റെ വിനീതമായി നന്ദി അറിയിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, മുതലായ സാധനങ്ങളെല്ലാം ചെയ്യുക. എനിക്ക് തരാനുള്ള ഹൈപ്പ് എനിക്ക് തന്നെ കൊടുക്കണം. അവർക്ക് കൊടുത്തിട്ട് തീർന്നു എന്ന് പറയില്ല. അപ്പോൾ എൻ്റെ ഹൈപ്പ് എനിക്ക് തന്നെ തരണം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ പ്രാക്കെന്ന് പറയുന്ന സാധനം ഉള്ളയാടെ. എൻ്റെ സബ്സ്ക്രിപ്ഷൻ നോക്കിക്കൊണ്ടിരുന്ന ഫോൺ ഇങ്ങനെ 2ആയിട്ട് പിളർന്ന് ഫോണിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ആയതിനാൽ നമ്മൾ ഈ വീഡിയോ തുടങ്ങിയ സമയത്തെ പുരാതന ടെക്നിക്കിലേക്ക് വീണ്ടും തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് മോശമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നമുക്കപ്പോൾ രേണുവിന് പറയാനുള്ള നന്ദി കാണാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പം എൻ്റെ ലിപ്പ് വീഡിയോ വൈറലാക്കി തന്ന സഹോദരന് എൻ്റെ എല്ലാവിധ താങ്ക്സും. വിശാല മനസ്കനായ ആശാൻ ആ നന്ദി സ്വീകരിച്ചിരിക്കുന്നു. രേണുവിൻ്റെ ലിപ്പ് വീഡിയോ ലീക്ക് ചെയ്തത് ഞാനാണെങ്കിലും അതിൻ്റെ ചീത്തവിളി കേട്ടത് മൊത്തം വിവിയാണ്. സോ നമ്മൾ ഈ നന്ദി പ്രദർശനം വിവിക്ക് സമർപ്പിക്കുകയാണ്. ഇനി മറ്റൊരു സാധനം ഞാൻ പറഞ്ഞുതരാം. ഈ രേണുവിൻ്റെ ലിപ്പ് വീഡിയോ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ അത് ലീക്ക് ചെയ്തത് ഞാൻ മാത്രമല്ല. രേണുവിനെ 10,000-ഓളം ആളുകൾ സബ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട്. ഇവന്മാരെല്ലാം അത് സ്ക്രീൻ റെക്കോർഡ് എടുത്ത് പുറത്ത് വിടും. അപ്പം ഞാൻ വിടുന്ന രീതി അല്ലാതെ ഫോണിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതും അല്ലെ വേറെ രീതിയിൽ കട്ട് ചെയ്യുന്നതായിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇവർക്കാർക്കും ഇത് ഏക്കാൻ പറ്റത്തില്ല. അയ്യോ ഞങ്ങൾ സബ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചീത്തപ്പേര്, ഇതൊക്കെയാണ് കാണുന്നതെന്ന് ചോദിക്കും. ഈ സബ് ചെയ്തിട്ടുള്ളവർ തന്നെ വന്നിരുന്നിട്ട് പറയും ഇതൊക്കെ എന്ത് ആഡ് ചെയ്ത് എന്തിനാണ് ലീക്ക് ചെയ്യുന്നത് ചോദിക്കും. പക്ഷേ ഇവന്മാരൊക്കെ സബ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ചീത്തപ്പേര് ഏക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഇതെല്ലാം വിശാല മനസ്കനായ എൻ്റെ തലക്കോട്ട് എൻ്റെ പുറത്തോട്ട് എല്ലാവരും കൂടി ഇട്ട് തരുന്നതാണ്. കുഴപ്പമില്ല, ഞാനത് സ്വീകരിച്ചിരിക്കുന്നു. നമുക്ക് നന്ദി പ്രദർശനം ബാക്കിയേക്കാം. അത് ഫുള്ള് കണ്ട ലൈവ് കണ്ടിട്ട് അത് സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് എത്ര പേർക്കാടേ നീ കൊടുത്തത്? ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. ഒന്ന് അത് ഫുള്ള് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്തു, അങ്ങനെയല്ല. ലൈവ് വരുമ്പോഴും നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ഇട്ടിട്ട് അങ്ങ് പോകും. വീഡിയോ ചെയ്യുമ്പോഴാണ് നമ്മൾ ഒന്നിച്ചാണ് ആസ്വദിക്കുന്നത്. ഞാനും എൻ്റെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സും ഒന്നിച്ചാണ് ഈ സാധനം ആസ്വദിക്കുന്നത്. എൻ്റെ ആസ്വാദനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അത് ആ ആസ്വാദനമല്ല, ആ ആസ്വാദനമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇത് ആർക്കണ്ടൊക്കെ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. ഉമ്മച്ചാണ് ഞാനല്ലേ അയച്ചു കൊടുത്തത്, എനിക്കറിയാൻ പാടില്ല. ഞാൻ ഒരൊറ്റ ഒരാൾക്ക് അയച്ചു കൊടുത്തിട്ടുള്ളൂ, വിവി ഹിയറിന്. വിവി അത് ചെയ്യുകയും ചെയ്തു. വിവിയോട് ഒരുത്തന് പോയി ആ വീഡിയോ ഒന്ന് തരുമോ എന്ന് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ വിവി അത് ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല. ഈ ബാക്കിയുള്ള ചാനലുകളിൽ വന്നതൊക്കെ വേറെ ആരൊക്കെയോ സബ് എടുത്തതും കൊടുത്തതുമായിട്ടുള്ള സാധനങ്ങളാണ്. എൻ്റെ നിന്ന് കട്ട് ചെയ്ത് പോയതിനകത്ത് എൻ്റെ വാട്ടർമാർക്ക് ഞാൻ ബെണ്ടൊക്കെ അച്ചരത്തി അടിച്ചു വെച്ചിട്ടുണ്ട്. ഞാനല്ല, എനിക്കറിയില്ല, എൻ്റെത് അങ്ങനെയല്ല. എനിക്ക് നെഗറ്റീവ് പറയുന്ന കുറേ എണ്ണത്തിന്
ഒരുത്തനും ഞാൻ അയച്ചു കൊടുത്തിട്ടില്ല. നെഗറ്റീവ് പറയുന്നവന് അയച്ചു കൊടുത്തില്ല, പോസിറ്റീവ് പറയുന്നവന് അയച്ചു കൊടുത്തില്ല. ഞാൻ വിവിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മളുള്ള പറയണമല്ലോ. എന്തായാലും ഞാൻ വൈറലായി ഹൈ റേഞ്ച് കയറിയിട്ടുണ്ട്. ഹൈ റേഞ്ച് കയറിയോ? ഹൈ റേഞ്ചിൻ ഹൈലി ഡേഞ്ചർ അമരക്കാരൻ സാത്താൻ രേണു സാത്താൻ അതാണോ ഹൈ റേഞ്ച് കയറി? എനിക്ക് മനസ്സിലായി. രേണു വീട്ടിൽ നിന്നും നേരെ എയറിലേക്ക് ഒരു എസ്കലേറ്റർ ഇട്ടേക്കുക. പോകണമെന്ന് തോന്നുമ്പോൾ എസ്കലേറ്ററിൽ കയറി നിൽക്കുക, സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കുക, എയർ കയറി പോയി. പിന്നെ അത് തിരിച്ചൊരു മടങ്ങിവരും ഉണ്ടാവില്ല രേണുവിന്. ഇതുവരെയായിട്ട് ഇറങ്ങിയിട്ടില്ല. കാരണം ഓരോരുത്തർ മെൻഷൻ ചെയ്യുന്നുണ്ട്, രേണു സുധി കമന്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ലിപ്പ് വീഡിയോ വീണ്ടും വരുമോ കുട്ട? ഞാൻ കാണിക്കാം, വരുന്നുണ്ട് ഞാൻ അതിലോട്ട്. എനിവേ ഓക്കെ, ഭാഗ്യം ചുണ്ടല്ലേ കടിച്ചുള്ളൂ, വേറൊന്നും കടിക്കായിരുന്ന ഭാഗ്യം. അങ്ങനെ ഒരു മെക്കാനിസം ഇതിനകത്തുണ്ടായിരുന്നോ? അങ്ങനെ ഒരു ടെക്നിക്ക് കൂടി ഇനിയുണ്ട്. അതിനി എങ്ങനെയാ? അത് വേറെ സബ്സ്ക്രിപ്ഷനാണോ? നിങ്ങൾക്കിത് പറയാൻ തന്നെ നാണമില്ലേ? ചുണ്ടല്ലേ കടിച്ചുള്ളൂ, വേറെ എങ്ങനെ കടിച്ചില്ലല്ലോ എന്ന്. കാഷ്ട. അപ്പോൾ വേറെ എന്തൊക്കെ ഉണ്ട്? അങ്ങനെ ഒരു ആയോധന കലകളൂടെ നമ്മുടെ പ്രാക്ടീസിലുണ്ടല്ലേ? വേറൊന്നും കടിക്കത്തില്ല. രേണു സുധി ചുണ്ട് കടിച്ചപ്പോൾ അത് വൈറലായി. കടിക്കട്ടേടാന്ന് ചോദിച്ചാൽ പിന്നെ കടിക്കല്ലടാ കുട്ടാന്നല്ലാതെ എന്താടാ കുട്ടാ പറയുക? കടിച്ചോടാ കുട്ടാന്ന് പറ. കടിക്കല്ലടാ കടിച്ചോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടിക്കല്ലടാ കുട്ട എന്നല്ല പറയേണ്ടത്. നിനക്ക് ഉളുപ്പിലടാ നാറി എന്നോട് ഇങ്ങനെ ചോദിക്കാൻ? നിനക്ക് നട്ടലുണ്ടോടാ മറ്റവനെ പുളുത്തവനെ എന്നൊക്കെ വീഡിയോ ലീക്ക് ചെയ്തവനോട് ചോദിച്ചില്ലേ? അതേപോലെ കടിക്കട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചവനോട് ചോദിക്കണം. അതിനുള്ള ഗട്ട്സ് നമുക്കില്ലയോ? അത് കുഴപ്പമില്ല. എനിവേ എന്നെ ഏറെ കയറ്റിയതിനും എന്നെ വീണ്ടും പേര് കയറ്റിയതിനും ഒരുപാട് താങ്ക്സ്. രേണു താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. ഈ ന്യായീകരിക്കുന്നവന്മാരോട് ഓർക്കുക, രേണുവിന് ഇതൊക്കെ ഇട്ടവാന്ന്. രേണു ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, രേണു ഇന്നലെ മറ്റൊരു ലൈവും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ആ ലൈവിൽ തൊപ്പിയിട്ട് തലമറച്ച് മുടിമറച്ച് മുഖം മറച്ച് ആൾമാറാട്ടം നടത്തിയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ആ ലൈവിൻ്റെ പ്രസക്ത ഭാഗങ്ങളോട് ഒന്ന് കാണാവേ. പിന്നെ പറയും ബാക്കി വേറെ എന്തൊക്കെയുണ്ട് വിശേഷം, വേറെ പറയൂ. ഞാൻ പറഞ്ഞില്ല ഞാനിത് ഭയങ്കര കുറ്റമായിരുന്നു. എൻ്റെ കസിൻസൊക്കെ എന്നെ വിളിച്ചിട്ട് എന്തായാലും കാണിച്ചേ. ഞാൻ പറഞ്ഞു ഓരോരുത്തരും എന്തൊക്കെയാ കാണിക്കുന്നേ? എൻ്റെ ചുണ്ടല്ലേ കടിച്ചുള്ളൂ, വേറൊന്നും കടിച്ചില്ല. എൻ്റെ ചുണ്ട് പൊട്ടിയിരിക്കും. നിങ്ങളുണ്ടായിരുന്ന ലൈവില്? നിങ്ങളുണ്ടായിരുന്നു. ഈ രേണു പറയുന്ന സാധനം നിങ്ങൾ കേട്ടോ? ബന്ധുക്കളൊക്കെ വിളിച്ചിട്ട് ചോദിച്ചു എന്താ രേണു കാണിച്ചതെന്ന്. അപ്പം രേണു പറഞ്ഞ മറുപടി എന്താ കാണിച്ചേ? ഞാൻ ചുണ്ടല്ലേ കടിച്ചുള്ളൂ, മറ്റുള്ളവർ എന്തൊക്കെ കാണിക്കുന്നു, ഞാൻ ഇത്രയല്ലേ കാണിച്ചുള്ളൂ. അത് നല്ലതാ. തെറ്റിന് നമ്മളിങ്ങനെ പല സൈസായിട്ട് നിർത്തും. ഇത് ഇത്ര ഉള്ള തെറ്റ്, ഇതിനെക്കാട്ടിലും ഇത്ര ഉള്ള തെറ്റ് അവൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ തെറ്റ് ചെറിയ തെറ്റായിട്ട് ഇതാവും. നമ്മളൊരു പേപ്പർ എടുത്തിട്ട് ഒരു വര വരയ്ക്കുന്നു. അപ്പോൾ ഈ വര എങ്ങനെ ചെറുതാക്കണമെന്ന് വെച്ചാൽ ഇപ്പുറത്തൊരു വലിയ വര വരച്ചാൽ മതി. അതേപോലെയാണ്. അപ്പോൾ രേണുവിനോട് ഒരാൾ നിനക്കിങ്ങനെ അശ്ലീല വീഡിയോകൾ ചെയ്യാൻ നാണമില്ലേ, ഉളുപ്പില്ലേ, ലജ്ജയില്ലേ, നാണമില്ലേ, മാനമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ രേണു ചില സൈറ്റിൽ കയറിയിട്ട് ചില വീഡിയോസ് കാണിച്ചു കൊടുക്കും. ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ, ജസ്റ്റ് ചുണ്ടിലൊന്ന് കടിച്ചതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കും. അതാണ് സംഭവം. അപ്പം ഞാൻ ചെയ്യുന്ന തെറ്റാണെന്നുള്ളതല്ല, ഇതിലും വലിയ തെറ്റ് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ യുദ്ധം തിന്മയും തമ്മിലാണ്. ചെറിയ തിന്മയും വലിയ തിന്മയും. ഏത് തിന്മ ജയിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഓരോരുത്തരും കാണുമായിരിക്കും ലൈവില്. ഞാൻ ചുണ്ട് പൊട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞതാണ്. അപ്പം ആരോ ഒരാൾ പറഞ്ഞു എന്താ പറയാ എന്തുവാ കടിക്കട്ടെ എന്ന് പറ. എന്തു ഇത്ര ആലോചിക്കാതിരിക്കുന്നേ? ഞാൻ ചുണ്ട് പൊട്ടിയിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഏതോ ഒരു രക്തരക്ഷസ് എൻ്റെ ചോര തൂർത്ത് കുടിക്കാനായിട്ട് എന്നോട് ചോദിച്ചു കടിക്കട്ടെ എന്ന്. അപ്പം ഞാൻ എന്താ പറഞ്ഞു? കടിക്കല്ലേ, പൊട്ടിയിരിക്കുമെന്ന്. വളരെ എളിമയോടെ. ആ രേണുവിൻ്റെ ആ ഒരു എളിമ നിങ്ങൾ കാണണം. രേണുവിൻ്റെ ആ മനസ്സിൻ്റെ വലിപ്പം. അങ്ങനെ ചോദിച്ചൊരുത്തൻ്റെ മനസ്സ് വിഷമിപ്പിക്കുക പോലും ചെയ്യാതെ വളരെ ശാന്തമായ രീതിയിൽ അവനെ തൃപ്തിപ്പെടുത്തുന്ന മറുപടി രേണു കൊടുത്തു. ആ രേണു ഇപ്പോൾ തിരിച്ചടിച്ച് നീ ഇമാരി നാറി ചോദ്യനോട് ചോദിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവ അൺസബ് ചെയ്തു പോകും. രേണുവിൻ്റെ 199 രൂപ അങ്ങ് പോകും, അല്ല 159 രൂപ അങ്ങ് പോകും. കടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കടിക്കില്ലെന്ന് പറഞ്ഞു. അതാണ് ലൈവ്, അതാണ് എടുത്തുകൊണ്ട് പോയേക്കുന്നത്. സോ എനിക്ക് കുഴപ്പമൊന്നുമില്ല. രേണുവിന് കുഴപ്പമില്ല. പിന്നെ ഈ അഭിലാഷ് ആട്ടനും കൂട്ടനും ഒക്കെ എന്താ പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല. രേണുവിന് യാതൊരു പ്രശ്നമില്ല ലൈവ് എടുത്തുകൊണ്ട് പോകുന്നതിന്. രേണു ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് കാണുന്നത്. രേണുവിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം മറ്റേ ഗ്രാഫ് താഴോട്ട് പോകുന്ന പോലെ പോയപ്പോഴാണ് ഈ സാധനം ഞാൻ എടുത്ത് പുറത്തിട്ട് കൊടുത്തത്. അപ്പോൾ ഈ സാധനം കൂത്തുവരെ മേപ്പോട്ട് കയറി. രേണുവിൻ്റെ സമ്പാദിക്കുന്നത് അല്ല ഒരു മെയിൻ ആൾ ഞാനാണ്. അത് സമ്പാദിക്കാനുള്ള ഒരു ത്വര കൊടുക്കുന്നതിൽ ഒരു മെയിൻ ഐറ്റം ഞാനാണ്. ഇന്നലെ ലൈഫ് ഓഫ് അനന്ത് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, നീ രേണുവിൻ്റെ PR അല്ലേടാന്ന്.
ഞാനല്ല, എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. സത്യമായിട്ട് ഞാൻ ഗിയറൊന്നുമല്ല. എനിക്കിവരെ മനസ്സാവാച കർണാടക അറിയത്തില്ല കേട്ടോ. സോ ഹാപ്പി. എനിക്കെന്ത് കുഴപ്പം? എനിക്ക് യാതൊരു പ്രശ്നമില്ല. അങ്ങനെ പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ല, എന്നെ സ്നേഹിക്കുന്നവർ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അത് കറക്റ്റാ. കമൻ്റ് ഒക്കെ വായിക്കുന്നുണ്ട് കേട്ടോ. ഇവനെന്താ പറഞ്ഞേ, ബ്ലൂ വെയിൽ എന്താ പറഞ്ഞ, അജാതി പരിപാടി കാണിക്കാനാണോ നിന്നെ കയറി സബ് ചെയ്തത്? എന്ത് ആര് പരിപാടി കാണിച്ചെന്ന്? നീ എന്ത് കോപ്പായി പറയുന്നേ? നീ എന്ത് കോപ്പാ പറയുന്നത്? അവൻ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ ഈ വീഡിയോ കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോയവന്മാരുണ്ടല്ലോ, അജാതി പരിപാടി കാണിക്കാനാണോ ഉമ്മാരി നാറികൾ സബ് ചെയ്തേക്കുന്നതെന്ന് രേണുവിനെ സബ് എടുത്ത് പുറത്ത് വിട്ടവന്മാരെയാണ് രേണു ചോദിച്ചത്. പക്ഷെ രേണു വായിച്ചപ്പോഴത്തേനും ഞാൻ കാണിക്കുന്ന പ്രകടനത്തെ നീ പുച്ഛിക്കുന്നോടാ പട്ടി, എൻ്റെ സബ്സ്ക്രിപ്ഷൻ വന്നിട്ട് നീ കോപ്പാടാ ചോദിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ്റെ പട്ടലിക്കോട്ട് കയറി. ആര് പരിപാടി കാണിച്ചെന്നാ നീ പറയുന്നത്? എടി പോടി നീ എന്നൊക്കെ നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കുക. സബ് കളഞ്ഞിട്ട് പൊക്കോ കേട്ടാ. നെഗറ്റീവ് പറയുന്നവരൊക്കെ സബ് കളഞ്ഞിട്ട് പൊക്കോ, കുഴപ്പമില്ല. അവൻ രേണുവിൻ്റെ മാരക സപ്പോർട്ടറായിരുന്നു. പക്ഷെ ചെറുക്കനും സാഡായി. ഇനി അവൻ ക്ലാരിഫൈ ചെയ്യുമ്പോഴത്തേനും അവനെ മുത്തുമണിയാക്കും. കാണിക്കാം. ഓ അങ്ങനെയാണോ? നീ എന്നെ പറഞ്ഞല്ലേ? ഓക്കെ, ഞാൻ ഓർത്ത് നീ എന്നെ പറഞ്ഞായിരിക്കും. നീ എന്നെ പറഞ്ഞല്ലെങ്കിൽ ഡി എന്നൊക്കെ വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല. എന്നെ പറഞ്ഞാണെങ്കിൽ ഡി എന്നൊക്കെ വീട്ടിൽ പോയുള്ള അപ്പട്ടി. എന്നെ പറഞ്ഞ എൻ്റെ വായ നല്ല വർത്താനം കേൾക്കും, അത് ആരാണെങ്കിലും. ഹായ് ഡിയർ, ഹായ്. തൊപ്പിയൊക്കെ ഇട്ടോണ്ടിരിക്കുന്നത് ലൈവ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ്, അത് നമുക്കറിയാലോ. അല്ലാതെ ഇപ്പം പ്രിയ മിത്രമേ, സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കാണുന്ന ലൈവിൽ നിന്നും ഒരു ക്ലിച്ച് ഫോട്ടോ എടുക്കുന്നതിനാണ് സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത്. സ്ക്രീൻ റെക്കോർഡാണ് ചെയ്തത്. അതാണ് നമ്മൾ വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്തത്. പറയുമ്പോഴെങ്കിലും കറക്റ്റായിട്ട് പറഞ്ഞു മനുഷ്യനെ കൂടെ നാണം കെടുത്താനായിട്ട്. ലൈവ് കയറി കണ്ട് ആസ്വദിച്ച് സ്ക്രീൻഷോട്ട് എടുത്തവന്മാരാണല്ലോ ഈ പരിപാടി കാണിച്ചത്. സോ എനിക്കതൊന്നും വിഷയമല്ല. എടി ഇതെങ്ങനെ ആസ്വദിക്കാൻ പറ്റി? ഈ രേണു 1 വീതം 3 നേരം കണ്ടാസ്വദിച്ചു. ഇതെങ്ങനെ ആസ്വദിക്കും ഈ സാധനം? ഇത് ആസ്വദിക്കുന്നവരുണ്ട് കേട്ടോ. ഇത് കണ്ട് ആസ്വദിച്ചിട്ട് വിഷ്ണു കൊച്ചിക്കാരൻ കഴിഞ്ഞ സമയത്ത് പൈനാപ്പിൾ എണ്ണം പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഇപ്പോൾ ഏറ്റവും നല്ല റൊമാൻറ്റിക് വീഡിയോ ചെയ്യുന്ന രേണു ആണല്ലോ, എനിക്ക് രേണുവിൻ്റെ കൂടെ റൊമാൻറ്റിക് വീഡിയോയിൽ അഭിനയിക്കണം, പൈസ പോലും വേണ്ട, രേണുവിന് മാത്രം പൈസ കൊടുത്തായിരുന്നു. മറ്റേ അഭിലാഷ് ആട്ടായം വന്നിട്ട് പാവം കൊച്ചു എങ്ങനെയാലും ജീവിച്ചു പോക്കട്ടെ, പാവം തങ്കമണി മുത്തുമണി എന്നൊക്കെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇവർ രേണു എന്ന് പറയുന്നത് കണ്ട് ആസ്വദിച്ചില്ലടാ, ആസ്വദിക്കാനായിട്ടാണ് താങ്കൾ ഇട്ടത്. ഇത് ആസ്വദിക്കുന്നവന്മാരെ നമ്മൾ വിവി പറയുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല മാനസികാരോഗ്യ കേന്ദ്രത്തിലും കൊണ്ടാക്കണം. നിനക്കൊക്കെ എന്തോ മാനസിക പ്രശ്നമുണ്ട്. ഇമാതിരി സാമാനങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ ആസ്വദിക്കുന്നടേ? നാക്കൊക്കെ ഇട്ടിട്ട് ഡുമ്മു എന്നൊക്കെ ഒരാൾക്ക് ഈ എന്തെങ്കിലുമൊക്കെ തിന്നു കഴിയുമ്പോൾ പൂച്ച ഇതുപോലെ ഇട്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് എന്തോ ഇത് കണ്ട് ആസ്വദിച്ചു പോലും. വൃത്തികേടാണ് രേണു, സത്യസന്ധമായിട്ട് ഞാൻ പറയുക, വൃത്തികേടാണ് ആ സാധനം. നിങ്ങൾ കുറച്ചും കൂടെ ക്യൂട്ടായിട്ട് നല്ല ഭംഗിയുള്ള അങ്ങനത്തെ എന്തെങ്കിലും ഇത് എന്തൊരു വൃത്തികെട്ട സാധനം ഇത്, ആസ്വദിച്ച് പോലും. വിഷയമല്ലാത്ത കാര്യമാണ്. മൊഴി എന്ത് ഈ ലൈവ് ഇറങ്ങും ഉടനെ ഈ ലൈവ് ഇറങ്ങണം. ഇറക്കാം, മോക്കങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ചേട്ടനത് സാധിച്ചെന്നിരിക്കും. ഈ ലൈവ് ഇറങ്ങും, എനിക്ക് വിഷയമല്ല. ഈ ലൈവ് ഇറങ്ങി എനിക്ക് മയിലാണ്. ഈ വാക്ക് വിട്ടൊരു പരിപാടിയില്ല രേണുവിന്. ഇതൊക്കെ ഇറങ്ങിയാലും ആനമയിൽ ഒട്ടകമാണ്, ഒന്നും യാതൊരു പ്രശ്നമില്ല. ഇതൊക്കെ ഡയറക്റ്റായിട്ട് ഈ സബ് റെക്കോർഡ് ചെയ്ത് പുറത്തിടുന്നവനെ റിയാക്ട് ചെയ്യുന്നവരെ വിളിക്കുന്നത് അറിയാം, കുഴപ്പമില്ല, വിളിച്ചോ, ഫ്രസ്ട്രേഷൻ തീർത്തോ, ഒരു പ്രശ്നമില്ല. മയിലാണ്. സ്ക്രീൻഷോട്ട് റെക്കോർഡ് എടുത്ത് അവൻ ഉണ്ടാക്കട്ടെ. എനിക്ക് മയിലാണ്, മയിര്. ഓക്കെ, സ്ക്രീൻ റെക്കോർഡ് എടുത്ത് ആ സാമാനത്തിൽ അതിൻ്റെ സുന വരെ അങ്ങ് പോയി. സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നവരോട് രേണുവിന് പറയാനുള്ളത്, രേണുവിന് അതെല്ലാം വരും മുടിയാണെന്നാണ് രേണു പറയുന്നത്. നമുക്കും അത്രേ ഉള്ളൂ കേട്ടോ, നമുക്കും അത്രയും തന്നെ ഉള്ളൂ, നമുക്ക് യാതൊരു പ്രശ്നമില്ല. രേണു വീണ്ടും ഇടും, രേണു നമ്മളെ വെല്ലു വിളിച്ചുകൊണ്ട് വീണ്ടും ഇടണം. ഇനി ഇതിൻ്റെ ലെവലായിട്ട് പടി ഉയർത്തണം, ഉയർത്തി ഒത്തിരി അങ്ങ് ഉയർത്തണ്ട. ഓ അങ്ങനെ, സോറിടാ ബ്ലൂ വെയിലെ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. ഞാനോർത്ത് നീ എന്നെ തെറി പറയായിരിക്കും. ആ നാറുകൾ എന്ത് വേണേലും കാണിക്കട്ടെ, അതും സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് രേണു അത് കാണിച്ചു ഇത് കാണിച്ചെന്ന് പറഞ്ഞ് ഈ പരിപാടിക്ക് നിൽക്കത്തില്ല.
സ്ക്രീൻ റെക്കോർഡ് ചെയ്യാതെ ചുമ്മാ വന്നിരുന്ന് രേണു അത് കാണിച്ചു, രേണു ഇത് കാണിച്ചു എന്ന് പറഞ്ഞാൽ രേണു വന്നിട്ട് പറയും അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്, എനിക്കതൊന്നും അറിയാൻ പാടില്ലെന്ന് പറയത്തില്ലയോ? സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചിട്ട് പോലും തന്നെ രേണു പറയുന്നത് അത് ആയിരിക്കും, എനിക്കതൊരു ചാറ്റ് ഓർമ്മയില്ലെന്ന്. അപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാതെ വന്ന് പറഞ്ഞെങ്കിലോ? തനിക്കിപ്പോൾ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തതാണോ പ്രശ്നം, അതിനെതിരെ സംസാരിച്ചതാണോ പ്രശ്നം, അതോ താങ്കൾ കാണിച്ചത്? ഈ 3000 പേര് താങ്കളെ സബ് ചെയ്തിട്ടുണ്ട്. ഈ 3000 പേരെ താങ്കൾക്ക് അറിയാമോ? പൈസ ഉള്ള ഏതൊരുത്തനും കയറി താങ്കളെ സബ് ചെയ്യാം, ഏതൊരുത്തനും താങ്കളുടെ കുത്സിതം കാണാം. അപ്പോൾ ഇത്രയും ഒരുത്തൻ ഭയങ്കര വൃത്തികെട്ടൊരുത്തൻ, അവന് പെണ്ണുങ്ങളെ കണ്ട അവനിങ്ങനെ തോന്നുന്ന ഒരുത്തനാണെങ്കിലും അവൻ്റെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവന് കാണാം. ഇത് എങ്ങനെ എന്ത് സംഭവിക്കുന്ന അറിയോ? ഇമാതിരി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരു കാലത്ത് ഇവർ പുറത്തിറങ്ങുമ്പോൾ ഇവരെ ആൾക്കാർ സെക്ഷുവലി ഒന്ന് അപ്രോച്ച് ചെയ്ത് തുടങ്ങും. ഇവരെ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് അറിയാൻ പോകുന്നേ ഉള്ളൂ. അറിയട്ടെ, യാതൊരു പ്രശ്നമില്ല. നിൽക്കത്തില്ല, പക്ഷെ അന്നേരം നിന്നില്ലേ ആ പരിപാടിക്ക്? ഒരു സുഖമില്ലാത്ത ലൈവാണ്, ഞാൻ പിന്നെ വരാൻ പോവാ. അതെന്താ സുഖമില്ലാത്ത? നാക്കിട്ട് 2 കറക്കങ്ങോട്ട് കറക്ക്, അപ്പോൾ സുഖം വരും. ഈ ഈനാമ്പേച്ചിയോ മരപ്പെട്ടിയോ ഈനാമ്പേച്ചി ഇങ്ങനെ നാക്ക് ഇങ്ങനെ നീട്ടിയിട്ടൊക്കെ ഈ ഇതിനെ പിടിക്കുന്നു, ഉറുമ്പിനെ പിടിക്കുന്നത്. അതുപോലെ നാക്ക് നീട്ടി 2 കാണിക്ക്, അപ്പോൾ ലൈവ് ഇൻട്രസ്റ്റിംഗ് ആവും. ലൈവ് കയറി കൊഴുക്കട്ടങ്ങോട്ട്, നാക്ക് നീട്ടി കറക്ക്. തുണി മാറി, മറ്റേ തുണി എടുത്തിട്ട് വാ, ബട്ടൺ ഉള്ള തുണി. അപ്പോഴാണ് നാട്ടുകാർ ബട്ടൺ ഊരാൻ പറയത്തുള്ളൂ. ഇൻട്രസ്റ്റിംഗ് ആക്കി ലൈവ്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഇല്ല, പോയിട്ട് വാ. ചോദിക്കുന്നവന്മാരാണെങ്കിൽ ഊരി ചേച്ചി, പുക ചേച്ചി, നക്കി ചേച്ചി എന്നൊന്നും പറയുന്നില്ല. എന്തൊരു ഓഡിയൻസ് ആണ് ഇത്. അയ്യയ്യേ, ഞാനിത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്, വൈറലായി എന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. സോ ബൈ. അപ്പം എല്ലാവർക്കും ബൈ, ടാറ്റ. പോന്നില്ലേ? അപ്പം ഞാൻ പോയിക്കോട്ടെ. വസ്ത്രം മാറി കേട്ടോ. നേരത്തെ ഇവിടെയൊക്കെ തുറന്നിട്ടിരിങ്ങനെ കിടന്ന് കാണിക്കുമായിരുന്നു, ഇപ്പോൾ അതൊക്കെ മാറി, ഇവിടെ മറച്ചിട്ടുണ്ട്. വയറ് ലേശം കാണിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും പുക്കിളിനൊരു റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. ഇനി പുക്കിളും പൊക്കിക്കൊണ്ട് വരുമോന്ന് അറിയത്തില്ല. പോയിക്കോട്ടെ, എന്നിറങ്ങിപ്പോവും. ഫിൽറ്റർ മാറ്റാലോ? ഫിൽറ്റർ മാറ്റിയല്ലോ, ഇപ്പം ഫിൽറ്റർ ഇല്ലാത്ത ഞാൻ. ഓക്കെ, ഫിൽറ്റർ മാറ്റി. ഓക്കെ, സബ്ബിലുള്ള കുട്ടന്മാർ എന്നെ വെച്ചാൽ ചെയ്യും. ഫിൽറ്റർ മാറ്റാൻ പറഞ്ഞാൽ ഫിൽറ്റർ മാറ്റും, പുക്കിളി കാണിക്കാൻ പറഞ്ഞാൽ പുക്കിളി കാണിക്കും, കറക്കി കാണിക്കാൻ പറഞ്ഞാൽ കറക്കി കാണിക്കും, കാണിക്കും. കുട്ടന്മാർ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല. ഫിൽറ്റർ മാറ്റിയേ, ആയിക്കോട്ടെ. ഫിൽറ്റർ മാറ്റി കൂട്ടാ. കേട്ട് നമ്മുടെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ 10-15 തവണ ഫിൽറ്റർ മാറ്റി. വണ്ടിയുടെ അയൽ ഫിൽറ്റർ ഒന്നും അല്ലല്ലോ മാറ്റിയത്, ഫോണിൻ്റെ ഒരു ഫിൽറ്റർ ഇങ്ങോട്ട് പിടിച്ച് മനസ്സിലായി. കേട്ട് ഒരു തവണ പറഞ്ഞാൽ മതി, നമ്മുടെ ചെവി കേൾക്കാം. ഈ സാമാനമൊക്കെ വെച്ചിട്ടുണ്ട്, മനസ്സിലായി. ഫിൽറ്റർ മാറ്റി, ഇതാണ് ഒറിജിനൽ കളർ, മനസ്സിലായല്ലോ? മനസ്സിലായി, കൊള്ളാം, നൈസ്. പറ. ഒഴിവാക്കിയല്ലോ ഫിൽറ്റർ. അപ്പം ഞാൻ പോകുന്നു. ടാറ്റ, ബൈ, ഓക്കെ, സീ യു, ലവ് യു ഓൾ. ഓക്കെ, എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഐ എം സോ സോറി. നിങ്ങളുടെ വാക്കുകളിൽ എനിക്ക് വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഞാനതൊന്ന് ക്ഷമിച്ചു. ഓക്കെ, ബൈ. അപ്പം വീണ്ടും ലൈവിൽ കാണുന്നവിടം വരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇന്ന് പോസ്റ്റ് ഇടുന്നതായിരിക്കും, സ്റ്റോറി ഇടുന്നതായിരിക്കും, റീൽസ് ഇടുന്നതായിരിക്കും. നിങ്ങളൊക്കെ എന്നും എൻ്റെ കൂടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് വേണം. ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഫിൽറ്റർ ഒഴിവാക്കി. ഒരു ഫിൽറ്റർ ഇതിനകത്ത് രേണു നമ്മളോടെല്ലാം നന്ദി പറഞ്ഞിരിക്കുകയാണ്. രേണു കാരണം ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ രേണു അതിന് ക്ഷമാർപ്പണം നടത്തുകയും, അതോടൊപ്പം നമ്മൾ കാരണം രേണുവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ വിശാല മനസ്കയായ രേണു അത് ക്ഷമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്ര നല്ല കൊച്ചിനെയാണ് നമ്മളിത് പറഞ്ഞതെന്നുള്ളതാണ്. നമുക്ക് ഒരു കാര്യം കൂടെ കണ്ടാലോ? നമുക്ക് രേണുവിൻ്റെ ഈ ലൈവ് വന്ന സമയത്തുള്ള ചാറ്റിലേക്കൊന്ന് പോവാം. ഈ ചാറ്റിലുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, അടുത്ത കമൻറ്റുകളാണേ. എനിക്ക് ഇഷ്ടമാണ്, ബട്ട് സൊസൈറ്റി എന്ത് കരുതുമെന്നൊരു രേണുവിന് ഇഷ്ടമാണെന്നാണ് പറഞ്ഞേ. സൊസൈറ്റി വെറും ആഞ്ഞമയിലൊട്ടാകുക. രേണു പറയുന്നതുകൊണ്ട് പറയണം, എന്നിട്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ കേട്ട്. ക്യാപ്പ് സൂപ്പർ എന്ന് പറയുന്നുണ്ട്. പൊക്കിൾ കാണിക്കൂ എന്ന് പറയുന്നുണ്ട്. രേണുവിൻ്റെ പൊക്കിളിനൊക്കെ ഫാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചെങ്കിൽ ഇവന്മാരൊക്കെ മാനസികരോഗികളാണ്. നല്ല ശരിയാ. അജാതി പരിപാടി കാണിക്കാനാണോ നിന്നെ കയറി
സബ് ചെയ്യില്ലായിരുന്നു. ഇവനാണ് ബ്ലൂ വെയിൽ. എടാ നീ വല്ലാത്ത ഞരമ്പം തന്നെ കേട്ടോ ബ്ലൂ വെയിൽ മോനെ. അടുത്തത് എന്തിയെ പോയി. ഇതൊക്കെ ഒരു സ്പിരിറ്റ് ആയി എടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. അത്രേ ഉള്ളൂ. രേണു അതൊക്കെ ആ ഒരു ഇതിലെടുക്കത്തുള്ളൂ. അതും സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് രേണു അത് കാണിച്ചു ഇത് കാണിച്ചു എന്ന് പറഞ്ഞ് ഈ പരിപാടിക്ക് നിൽക്കല്ലേ. എന്നോടാ ശരിയടാ മോനെ, രേണു അത് കാണിച്ചു ഇത് കാണിച്ചു എന്ന് പറഞ്ഞ് നിൽക്കില്ല. നീ അതും ഇതുമെല്ലാം കണ്ട് ആസ്വദിക്കുക. നിൻ്റെ അസുഖത്തിനൊന്നും ഒരു ചികിത്സ ഇല്ല. നിൻ്റെ വീട്ടിലുള്ള സ്ത്രീജനങ്ങളോട് സൂക്ഷിക്കാൻ പറയുക, അത്രേ ഉള്ളൂ. ഔട്ട്ഫിറ്റ് കാണിക്കുമ്പോൾ ചേച്ചി പഴയ ഔട്ട്ഫിറ്റിൻ്റെ ഒരു ഗുമ്മില്ല, എന്നാലും ഔട്ട്ഫിറ്റ് കാണിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇനി ബ്ലൂ വെയിലിനെ രേണു ചീത്ത വിളിച്ചപ്പോൾ ബ്ലൂ വെയിൽ പറയുകയാണ്, വീട്ടുകാരെ വിളിക്കാൻ നിന്നെ ഞാൻ എന്താണ് പറഞ്ഞത്. എന്താ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് മനസ്സിലായില്ല. നിനക്കും ചീത്ത വിളി കിട്ടില്ല. നിനക്ക് അങ്ങനെ തന്നെ വേണോ പൂരിപ്പൊട്ടിയവനെ. നീ സപ്പോർട്ട് നിനക്ക് വേണോടാ. ഫിൽറ്റർ മാറ്റുമോ? ഇവനാണ് ഫിൽറ്റർ മാറ്റുമെന്ന് ചോദിച്ചത്. ഞാൻ ഈ ബ്ലൂ വെയിലിൻ്റെ പേര് മാറ്റാത്തത് നീ ഇമാതിരി വലിയ ഞരമ്പിനാന്ന് നാട്ടുകാർ അറിയാൻ വേണ്ടി തന്നെ കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഫിൽറ്റർ മാറ്റാഞ്ഞ്. പിന്നെ ഇതുപോലത്തെ കുറേ കമൻറ്റുകളാണ് രേണുവിന് വന്നുകൊണ്ടിരിക്കുന്നത്. നക്കു വക്കു ഉക്കു എന്നൊക്കെ പറഞ്ഞിട്ട്. കൊള്ളാം. ഏതായാലും വസ്ത്രധാരണത്തിൽ നേരിയ പുരോഗമനം വന്നിട്ടുണ്ട്. വസ്ത്രം എങ്ങനെ ധരിക്കണം എന്നൊക്കെയുള്ള അവരുടെ താല്പര്യമാണ്. പക്ഷേ കാണിച്ച് ജീവിക്കുന്നതും ജീവിച്ച് കാണിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് ഒക്കെ മനസ്സിലാക്കിയാൽ മതി. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തും. മറ്റൊരു